ഈ ഒരു പെൻഡ്രൈവ് നമ്മൾ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് ഡിറ്റക്റ്റ് ആവുന്നുണ്ട്, പക്ഷേ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഫോർമാറ്റ് ചെയ്യാനുള്ള മെസ്സേജാണ് വരുന്നത്. ഇങ്ങനെ വരുന്ന സമയങ്ങളിൽ ഡാറ്റ പോകാതെ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഫോർമാറ്റ് ചെയ്ത് ഈ ഒരു പെൻഡ്രൈവ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് നോക്കാം. അതിന് മുമ്പ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തോ, ഇതേപോലെയുള്ള അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. ഫസ്റ്റ് മെത്തേഡ് ഈ ഒരു ഫോർമാറ്റ് ഡിസ്ക് എന്നുള്ള ഓപ്ഷൻ വരുമ്പോൾ തന്നെ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോർമാറ്റ് എന്ന് കൊടുക്കുക എന്നുള്ളതാണ്. അത് ചെയ്തിട്ട് റെഡി ആയില്ലെങ്കിൽ സെക്കൻഡ് മെത്തേഡ് ഡിസ്ക് മാനേജ്മെൻറ്റ് ഓപ്പൺ ചെയ്യുക. അതിൽ ഈ പെൻഡ്രൈവിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കുക. ഇവിടെ ഇപ്പോൾ പെൻഡ്രൈവിൻ്റെ സ്റ്റാറ്റസ് കാണുന്നത് റോ ഫയൽ സിസ്റ്റം ആണ്. ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഈ പാർട്ടീഷൻ ഡിലീറ്റ് ചെയ്തിട്ട് പുതിയൊരു പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അതും റെഡി ആയില്ലെങ്കിൽ ലാസ്റ്റ് ഓപ്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റിയത് കമാൻഡ് മോഡിലൂടെയാണ്. അതിന് വേണ്ടിയിട്ട് കമാൻഡ് മോഡ് നമ്മൾ അഡ്മിൻ മോഡിൽ ഓപ്പൺ ചെയ്യുക. ഇവിടെ ഡിസ്ക് പാർട്ട് എന്ന് ടൈപ്പ് ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം ലിസ്റ്റ് സ്പേസ് ഡിസ്ക് എന്ന് കൊടുക്കുക. നമ്മളുടെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഡിസ്കുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നെക്സ്റ്റ് കമാൻഡ് കൊടുക്കുന്നതിന് മുൻപായിട്ട് നമ്മളുടെ ഡിസ്ക് ഏതാണെന്ന് ഉറപ്പ് വരുത്തുക. ഇവിടെ ഇപ്പോൾ ഞാൻ കണക്ട് ചെയ്തിരിക്കുന്ന പെൻഡ്രൈവ് ഡിസ്ക് 2 ആണ്. അതുകൊണ്ട് സെലക്ട് സ്പേസ് ഡിസ്ക് സ്പേസ് 2 എന്ന് എൻ്റർ ചെയ്യുന്നു. ദെൻ ക്ലീൻ എന്നുള്ളൊരു കമാൻഡ് കൊടുക്കുന്നു. ഇപ്പോൾ ആ ഒരു പെൻഡ്രൈവ് താഴെ ഡിസ്ക് മാനേജ്മെൻറ്റിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും അൺഅലോക്കേറ്റഡ് ആയിട്ട് കിടക്കുന്നത്. നെക്സ്റ്റ് കമാൻഡ് ക്രിയേറ്റ് സ്പേസ് പാർട്ടീഷൻ സ്പേസ് പ്രൈമറി എന്ന് കൊടുക്കുന്നു. ഒരു പാർട്ടീഷൻ നമ്മളിതിൽ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ വെച്ച് ഈ കമാൻഡ് മോഡ് എൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെൻഡ്രൈവ് റോ മോഡലായിരിക്കും. ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത പാർട്ടീഷന് ഫയൽ സിസ്റ്റം കിട്ടാൻ വേണ്ടിയിട്ട് അത് ഫോർമാറ്റ് ചെയ്യണം. അതിനായി ഫോർമാറ്റ് സ്പേസ് FS എക്സ്റ്റൻഡ് ഫാറ്റ് സ്പേസ് ക്യുക്കായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫയൽ സിസ്റ്റം NTFS കൊടുക്കാം. FAT32 കൊടുക്കാൻ പറ്റില്ല, കാരണം ഇത് 64 GB ഉള്ള പെൻഡ്രൈവ് ആയതുകൊണ്ട്. അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ തന്നെ പെൻഡ്രൈവ് എക്സ്പ്ലോററിൽ ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാം. ഇനി ഡ്രൈവ് ലെറ്റർ ഒന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അസൈൻ എന്നുള്ള കമാൻഡ് കൂടി വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഡ്രൈവ് ലെറ്റർ മാറി വരുന്നത് കാണാം. പെൻഡ്രൈവ് അതേപോലെ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കും ഒക്കെ പ്രോപ്പറായിട്ട് ഇജക്റ്റ് ചെയ്യാതെ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് പെട്ടെന്ന് ഇതേപോലെ കംപ്ലൈൻ്റ് ആയി പോകുന്നത്. അപ്പോൾ ഒരു പരിധി വരെ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ലൈഫ് കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ട്രൈ നോക്കുക. റെഡിയായി, ഇല്ലെങ്കിൽ പോട്ടേന്ന് വെക്കണം. തേർഡ് പാർട്ടി ടൂളുകളൊക്കെ ഉണ്ട്, അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അറിയാത്തവർക്കായിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.